നോക്കാൻ പോകുന്നത് കാർട്ടൂൺ എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നതാണ്. അതിന് ടൂൺമി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണിക്കുക. ഒരുപാട് ഫോട്ടോസ് കാണിക്കും. അതിന് നമുക്ക് ഏത് എഫക്റ്റാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഗാലറിയിലുള്ള ഫോട്ടോസും കാണിക്കും. ഞാൻ ഇതിൽ സായി പല്ലവിയുടെ ഫോട്ടോസാണ് എടുത്താൽ നമുക്കൊരു പരസ്യം വരും. അത് കണ്ടു കഴിഞ്ഞാൽ ഇമേജ് നമ്മുടെ ഗാലറിക്ക് സേവ് ആവും. പിന്നെ നമ്മൾ ടൂൺമി ആപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൽ നമ്മൾ ആ പ്ലസ് ഐക്കോൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ കസ്റ്റം സൈസ് എന്ന് കാണിക്കും. ആ കസ്റ്റം സൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഗാലറി പോയി ബാക്ക് വരാം. കസ്റ്റം സൈസ് ക്ലിക്ക് ചെയ്തിട്ട് അതിനിങ്ങനെ 2-3 ബോക്സ് ആയിട്ട് കാണിക്കും. അതിൽ PX എന്നുള്ളിടത്ത് IN ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് സൈസാണോ നമുക്ക് വേണ്ടത് ആ സൈസ് 4x4 അടിച്ചു കൊടുത്തിട്ട് ബ്ലൂ കളറ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരും. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാർട്ടൂൺ എഫക്റ്റിനെ നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആ ഗാലറി പോയിട്ട് നമ്മൾ ചെയ്ത് വെച്ച വർക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ വരും. അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കോർണർ പിടിച്ച് വലിച്ച് നമ്മൾ ഏത് സൈസാണോ എടുത്തിട്ട് ആ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സെറ്റാക്കി വെച്ച ശേഷം നമുക്ക് ആ ടൂൺമി എന്നുള്ള മറ്റേ എഴുത്ത് വേണ്ട. അത് ആ ആപ്പിൻ്റെ ഒരു ഐക്കോണാണ്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് മറ്റേ താഴെയുള്ള ലൈന് പിടിച്ച് കുറച്ച് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ക്രോപ്പ് എന്നുള്ളത് കാണിക്കും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ എഴുത്ത് പോയി കിട്ടും. ഫോട്ടോ കാണാനും കുറച്ച് നീറ്റായിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെയും നമ്മളെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് കറക്റ്റായിട്ട് ഈ ഫോട്ടോ ഒന്നും കൂടി സെറ്റാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നീറ്റായിട്ട് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിന് മാച്ചായിട്ട് വരും. എന്നിട്ട് ടെക്സ്റ്റിൽ പോയി നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഇപ്പോൾ ചിലർ നമ്മളടുത്ത് ബർത്ത്ഡേക്കാണ് ഗിഫ്റ്റ് ചോദിക്കണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണെന്ന് വെച്ചാൽ അങ്ങനെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നോ അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതണമെന്ന് വെച്ചാൽ ഒരു ക്വാർട്സ് പോലെ നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് നമ്മൾ എഴുതി കൊടുത്താൽ അവിടെ വന്നോളും. പിന്നെ ഇതിന് നമുക്ക് ഫോണ്ടിൻ്റെ കളറ് മാറ്റാം, പിന്നെ ഫോൺ സൈസ് മാറ്റാം, പിന്നെ ഫോണ്ടിൻ്റെ ഡിഫറെൻറ്റ് ഫോൺസ് മാറ്റാം. അങ്ങനെ പലതും ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എഴുതിയ പേര് നമ്മൾ ഫോട്ടോയുടെ മേലെയാണുള്ളത്. അതിനെ നമ്മൾ താഴെ കൊണ്ടുവന്ന് വെക്കണം. അതിന് നമ്മളത് പേരിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോലെ ഒന്ന് കാണും. ആ പ്ലസ് വലിച്ച് താഴെ വലിച്ചാൽ താഴോട്ട് വരും. താഴെ എവിടെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ എന്നുള്ളിടത്ത് കളറ് ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സ് കിട്ടും. അതിൽ നമുക്ക് ഏത് കളേഴ്സാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ആ കളേഴ്സ് ഏത് കളറാണോ വേണ്ടത് അതോട്ട് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ മറ്റേ ചേഞ്ച് ഓളെന്ന് കൊടുക്കുമ്പോൾ അത് കളറ് ചേഞ്ച് ആയിക്കോളും. അങ്ങനെ നമുക്ക് ആ ഫോട്ടോക്ക് അനുസരിച്ച് നമുക്ക് ഏത് കളറാണോ കൊടുക്കേണ്ടത് ആ കളറ് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബ്ലാക്ക് തന്നെ കൊടുത്ത് ഇപ്പം ഞാൻ പുറത്ത് വന്നു. ഇപ്പം നമുക്ക് ബോൾഡ് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ് ഫോണ്ടിൽ പോയാൽ നമുക്ക് ഒരുപാട് ഫോൺസ് അവിടെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ടൂൺമി ആപ്പിൽ നിന്ന് അത് ഇമേജ് സേവ് ചെയ്ത ശേഷം നമ്മൾ ക്യാൻവ ആപ്പിലേക്ക് വന്നത് തന്നെ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനും അതിൻ്റെ ഫോൺസിൻ്റെ ഡിഫറെൻറ്റ് ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവ ആപ്പ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ ടൂൺമി ആപ്പിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത പോലെ തന്നെ നമുക്ക്
എന്താണ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡൽ ഫോണ്ട് മാറ്റി എഴുതണമെങ്കിൽ നമ്മൾ ക്യാൻവ ആപ്പ് തന്നെ ഉപയോഗിക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാൻവ ആപ്പിലേക്ക് വന്നത്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് ഓരോ ടെക്സ്റ്റായിട്ട് ഞാൻ മാറി മാറി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ടച്ച് ചെയ്യുമ്പോഴും അവിടെ ഫോൺസ് മാറുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫോണ്ടാണോ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോൾ നമുക്കൊരു ഫോണ്ട് ഇഷ്ടപ്പെടില്ലേ, അങ്ങനെ ഏത് ഫോണ്ടാണോ ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് ചൂസ് ചെയ്ത് ഓക്കെ കൊടുത്താൽ അവിടെ വന്നോളും. പിന്നെ അതിൻ്റെ സൈസ് വലുതാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഫോണ്ടിനെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോൻ്റെ സെൻറ്ററിലാണ് ആ എഴുത്ത് വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ സൈസ് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാം ചെയ്യാം. പിന്നെ ഇമോജി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇമോജി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമാവും. അങ്ങനെ വേണമെന്ന് ചോദിച്ചിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ആക്കാം. ഇപ്പം ഞാൻ ആ പേര് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി എഴുതി കാണിച്ചതാണ്. ഇപ്പം ഞാനത് ഡിലീറ്റ് ആക്കി. എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് കംപ്ലീറ്റ് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയ ശേഷം അത് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.